പ്രകടനമായി പോയതിനു ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളവർ മാത്രം താലൂക്ക് ഓഫീസിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ആന്റണി ജോൺ പുഷ്പചക്രം സമർപ്പിക്കും. അതിനുശേഷം മറ്റെല്ലാവരും പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് നമ്മളിവിടെ നിന്ന് പ്രകടനമായി പള്ളിത്താഴത്തേക്ക് പോകുന്നത്. അതിനുശേഷമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള പ്രവർത്തനം കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്യാൻ മുഴുവൻ സുഹൃത്തുക്കളും സഹാക്കളും തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. 23-ാം തീയതി വൈകിട്ട് 4 മണിക്ക് കലാ ഓഡിറ്റോറിയത്തിലാണ് ആന്റണി ജോണിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുക. അതിനുശേഷം പോലീസ് സ്റ്റേഷന് സമീപം തയ്യാറാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസിൻ്റെ ഉദ്ഘാടനവും നിർവഹിക്കപ്പെടും. 26-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി കോതമംഗലത്ത് ആന്റണി ജോണിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എത്തിച്ചേരുകയാണ്. 26-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്ന മഹാസമ്മേളനം വൻ വിജയപ്രദമാക്കി തീർക്കാനും മുഴുവൻ ആളുകളുടെയും സമീപനം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥി മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പചക്രം സമർപ്പിക്കുകയാണ്.